LDF സ്ഥാനാർത്ഥി എം സ്വരാജ് മൂത്തേടം പഞ്ചായത്തിലെ സ്വീകരണം പൂർത്തിയാക്കി. ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് സ്വീകരണം. ഏറെ വൈകാരികമായ പ്രതികരണങ്ങളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്ന് എം സ്വരാജിന് ലഭിക്കുന്നത്. മൂത്തേടം പഞ്ചായത്തിലെ UDF അനുഭാവമുള്ള മനസ്സുകളെ അടക്കം ഇളക്കിമറിച്ചാണ് സ്വരാജ് പഞ്ചായത്തിലെ സ്വീകരണം പൂർത്തിയാക്കിയത്. തങ്ങളുടെ വലതുപക്ഷ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ജനങ്ങൾ സ്വരാജിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്വീകരിച്ചു. സ്വരാജിന്റെ വാക്കുകൾ കേട്ടു. സ്വരാജ് ജയിക്കോ? നല്ല നേതാവാണ്. നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാ ജയിച്ചു എന്നുള്ളത്. കൽക്കുളത്താണ് സ്വീകരണം സമാപിച്ചത്. അതിനു മുൻപ് ബാലൻകുളത്തായിരുന്നു സ്വീകരണം. രണ്ട് സ്ഥലങ്ങളിലും സ്വരാജിനൊപ്പം സെൽഫി എടുക്കാനും കൈകൊടുക്കാനും ജനങ്ങൾ തിങ്ങിക്കൂടി. എല്ലാ പാവപ്പെട്ടവർക്കും അവരൊപ്പം ഉണ്ടാവും. അങ്ങനത്തെ ഒരു സഖാവും. ഇത്രയും ജനക്കൂട്ടയില്ല ഒരു യോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. വികസന വിഷയങ്ങളാണ് സ്വരാജ് പ്രസംഗത്തിൽ പറയുന്നത്. മതേതരമായി ഈ നാടിനെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം സ്വരാജ് പറയുന്നു. പാർട്ടി ഏതായാലും ഈ നന്മകൾ തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ്. ഈ നേട്ടങ്ങൾ തുടരണം എന്നാഗ്രഹിക്കുന്നവരാണ്. നേട്ടങ്ങൾ തുടരണമെങ്കിൽ LDFും തുടരണം. മൂന്നാം ഊഴം ലഭിക്കണം. അപ്പോൾ പെൻഷൻ കൂടും. അപ്പോൾ ബാക്കിയുള്ളവർ കൂടി വീട് കിട്ടും. ഇനിയും നാട്ടിൽ ഒരുപാട് വികസനം വരും. സാധാരണക്കാരുടെ ജീവിതത്തിൽ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടും. അതിന് LDF തുടരണം. ആ LDF തുടർച്ചയ്ക്ക് ഒരു നാന്ദിയാണ്, അതിന്റെ ഒരു തുടക്കമാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ കാരപ്പുറത്തു നിന്നാണ് മൂത്തേടം പഞ്ചായത്തിലെ സ്വീകരണ യോഗങ്ങൾ ആരംഭിച്ചത്. 21 കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൽക്കുളത്ത് സ്വീകരണ പരിപാടി അവസാനിച്ചു. ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഷമ്മി പ്രഭാകർ, കൈരളി ന്യൂസ്, നിലമ്പൂർ.